കൈരളി ടിവിയുടെ ഫീനിക്സ് പുരസ്കാര വിതരണ ചടങ്ങിൽ കണ്ടത് ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് വിജയഗാഥകൾ രചിച്ചവരുടെ ജീവിതങ്ങളായിരുന്നു. 80% ചലനാവയവ വെല്ലുവിളി നേരിട്ട് വളർന്നിട്ടും കീബോർഡ് വാദകനായി വേദികളിൽ വെട്ടിത്തിളങ്ങുന്ന മാസ്റ്റർ മുഹമ്മദ് യാസിൻ കുട്ടികളുടെ വിഭാഗത്തിലെ ഫീനിക്സ് പുരസ്കാര ജേതാവായി. ശാരീരിക വൈകല്യങ്ങൾ സംഭവിച്ച ഈ കൊച്ചുകുട്ടി സ്കൂളിലും നാട്ടുകാർക്കുമിടയിൽ മിടുക്കനാണ്. തൻ്റെ കഴിവുകൾ കണ്ട് തിരിച്ചറിഞ്ഞ് കൈരളി TV നൽകിയ അവാർഡ് ഇപ്പോഴും മറക്കാൻ കഴിയുന്നില്ലെന്നാണ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ കൊച്ചുമിടുക്കൻ പറയുന്നത്. ഞാൻ 2 വർഷമായി ഇപ്പോൾ കീബോർഡ് കളിക്കാൻ തുടങ്ങിയിട്ട്. ആ 2 വർഷത്തിൽ കുറേ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കേരളയുടെ അവാർഡ് കിട്ടുമെന്ന്. പിന്നെ മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഈ അവാർഡ് വാങ്ങിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഒരുപാട് സന്തോഷമായി. മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ഉമ്മ എത്താനും ഒരുപാട് ഭാഗ്യമുണ്ടായി. സ്കൂളിലും കൂട്ടുകാർക്കുമിടയിൽ ഇവനിപ്പോൾ ഹീറോയാണ്. ഒപ്പം പഠിക്കുന്ന കുട്ടികളാണ് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ പൊന്നുപോലെ നോക്കുന്നത്. ഞങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻ്റാണ് യാസീൻ. അതുകൊണ്ട് മമ്മൂക്കയുടെ കയ്യിൽ നിന്നൊക്കെ അവാർഡ് മേടിച്ചതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. മമ്മൂക്കയുടെ കയ്യിൽ നിന്ന് ഉമ്മയൊക്കെ മേടിച്ചു. ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ യാസിന് കിട്ടിയിരിക്കുന്നത്. സഹതാപം എന്ന് പറയുന്നത് നമുക്കൊരാളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് അയാളോടുള്ള ഒരു അയ്യോ പാവം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളതാണ്. അതിപ്പോൾ ആർക്കും ഉണ്ടാകും, വലിയ ചിലവുള്ള കാര്യമല്ല. അയ്യോ ആണേ അല്ലേ, കാല് വയ്യല്ലേ, കൈ വയ്യല്ലേ എന്ന് ചോദിക്കില്ല നമ്മൾ. അതുപോലെയേ ഉള്ളൂ. പക്ഷെ അനുതാപം എന്ന് പറയുന്നത് അയാളുടെ പ്രശ്നങ്ങൾ നമ്മളുടേതായിട്ട് തോന്നുന്നതാണ് അനുതാപം. അതാണ് മനുഷ്യത്വം. നിർധന കുടുംബത്തിൽ ജനിച്ച കൊച്ചുമിടുക്കൻ്റെ മുന്നോട്ടുള്ള പഠനത്തിനും ജീവിത സൗകര്യങ്ങൾക്കും സന്മനസ്സുള്ളവർ സഹായിക്കണമെന്നാണ് അധ്യാപകരുടെയും ആവശ്യം. ആദ്യമായി ഞങ്ങളുടെ കുഞ്ഞിനെ ഈ ഫിനിക്സ് അവാർഡിലേക്ക് തിരഞ്ഞെടുത്തതിൽ കൈരളി ചാനലിനോട് നന്ദി പറയും. പിന്നെ അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ എല്ലാവരും കണ്ടു കാണും. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് മെച്ചപ്പെടണം. വീട് വളരെ ശോചനീയമായ അവസ്ഥയിലുമാണ്. അതൊക്കെ നമ്മുടെ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും ഗവൺമെൻറ്റിനും ഒക്കെ നോക്കിയാൽ ഈ അവാർഡുകളൊക്കെ ലഭിക്കുന്ന ഒരു കുഞ്ഞ് ഇങ്ങനെയാണോ കഴിയേണ്ടത്? അവന് നല്ല രീതിയിൽ നല്ല ചുറ്റുപാട് ജീവിക്കാൻ ഒരു അവസരം കൊടുക്കണം. അതിനെല്ലാവരും കൂടെ ഒത്തുചേരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.